ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ 2-3 ദിവസമൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. ആ മഴയത്ത് ഞാൻ അകത്തിച്ചീര കൊണ്ട് നട്ടിരുന്നത് നന്നായിട്ട് ആ കാറ്റ് വന്നപ്പോഴത്തേക്കും അങ്ങ് ചാഞ്ഞു പോന്നായിരുന്നേ. അപ്പോൾ അതിൻ്റെ 2 കമ്പ് മമ്മി വെട്ടിയെടുക്കുവാണ്. ആ കമ്പിൽ ഒരുപാട് ഇലകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കറി വെക്കാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ പേര് അകത്തിച്ചീര എന്നാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അകത്തിച്ചീര, ചായ മനസ, ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ചീരകളാണ്. അപ്പോൾ അതിൻ്റെ കമ്പ് അങ്ങനെ മേലോട്ട് ഒരുപാട് പൊങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ടാണത് വെട്ടിയത്. ഇനി അത് റെഡി ആയിക്കോളും, തളിപ്പൊക്കെ വന്നിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പറിച്ച് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് നോക്കി വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നോൺ വെജ് കൂടെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് നോക്കി പിറക്കി ആ പഴുത്ത ഇലയൊക്കെ മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി പിറക്കി കഴുകി എടുക്കണം കേട്ടോ. എടുത്തിട്ട് നമ്മൾ സാധാരണ ചീര അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചീരത്തോരന് എന്തൊക്കെയാണ് അരയ്ക്കുന്നത്? മുളകും തേങ്ങയും വെളുത്തുള്ളി, ചുവന്നുള്ളി, ഞാൻ ഒരു ഇച്ചിരി ജീരകോടെ അരയ്ക്കും കേട്ടോ. ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കത്തേ ഉള്ളൂ. അതിനുശേഷം കടുക് മൂപ്പിച്ച് അതിലേക്ക് കറിവേപ്പിലയിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളിനി ഈ ചീര അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുവാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്, ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇത് ആദ്യത്തെ വിളവെടുപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുന്നേ നമ്മളത് കറി വെച്ചിട്ടില്ല. സാധാരണ ഇതിൻ്റെ പൂവുണ്ടാവും എന്നാണ് പറയുന്നത്, ഒരുപാട് പൂവുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൂവാണ് കറി വെക്കുന്നത്. ചീര ഇലയും കറി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇല കറി വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റും. അപ്പോഴത്തേക്കും അതിലെ ആ ചീരയിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് എടുക്കുവാണ്. അപ്പോൾ നല്ല ഒരു മണമായിരുന്നു കേട്ടോ. ചീര തോർന്ന് വന്നപ്പോഴത്തേക്കും എനിക്ക് ചീര നമ്മൾ നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിനും ഉണ്ടായിരുന്നു. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ കറിവേപ്പില ചീര ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, അതിലും നല്ലതായിരുന്നു കേട്ടോ. കയ്പുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. പിന്നെ അതിൻ്റെ കൂടെ നത്തോലി വറുത്തതും, പിന്നെ ഞാൻ ഉണങ്ങിയ മുളകില്ല, നല്ല എരിവുള്ള മുളക്, ആ മുളകുമായിരുന്നു, നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.